ഒറ്റ കാര്യം, BJPയെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. എല്ലാ കാലത്തും BJPയുടെ എതിരാശയങ്ങൾക്ക് ഇത്രയേറെ ശക്തി പകർന്ന മറ്റൊരു കോർപ്പറേറ്റ് മുതലാളി ഉണ്ടാവില്ല. കേരളത്തിലെ സുരേന്ദ്രനും ശോഭയും മുരളീധരനും അടക്കമുള്ളവർ സ്ഥാനമാനങ്ങൾക്കും ഇലക്ഷൻ ഫണ്ടിനുമായി തമ്മിൽ തല്ലിയപ്പോൾ BJPക്ക് നഷ്ടപ്പെട്ടത് അവരുടെ അന്തസത്ത തന്നെയാണ്. യാതൊരു തായ്വേരുകളും ഇല്ലാത്ത ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ തലതൊട്ടപ്പനായി നിലകൊള്ളുന്ന ചന്ദ്രശേഖരന്റെ കയ്യിൽ കേരളത്തെ കൊടുത്താൽ അപകടം BJPക്ക് തന്നെയാണ്. അതിന് ഒരു ഉദാഹരണമുണ്ട്. അത് ഏഷ്യാനെറ്റ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടാണ്. പ്രവേശനത്തിന് അനുകൂലമായിരുന്നു ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളുടെ ഭാഗം. എന്നാൽ BJP തീർത്തും എതിരായിരുന്നു ഈ തീരുമാനത്തിന്. പലപ്പോഴും BJPക്ക് പോലും ഏഷ്യാനെറ്റിനെ തച്ചു തകർക്കണമെന്ന തോന്നലും വന്നിട്ടുണ്ടാകാം. ഇന്ന് അതേ മാധ്യമ സ്ഥാപനത്തിന്റെ തലവൻ കേരള BJPയുടെ കൂടെ നേതാവാകുന്നു. എന്ത് വിരോധാഭാസമാണ്! അതും മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിത കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കീഴിലുള്ള മന്ത്രിസഭയിൽ MP എന്ന നിലയിലുള്ള എൻ്റെ 18 വർഷവും സഹമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ 3 വർഷവും ഞാൻ അവസാനിപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. വർഷം 1 തികയുന്നതിന് മുമ്പ് തന്നെ BJPയുടെ കേരള അധ്യക്ഷനായി അതേ നേതാവ് അവതരിക്കുമ്പോൾ നിലപാടിൻ്റെ കാര്യത്തിൽ ആരും തോറ്റുപോകുമെന്ന് തന്നെ പറയാം. കേരളത്തിൽ വർഷങ്ങളോളം പാർട്ടി പ്രവർത്തനം നടത്തിയ ശോഭാ സുരേന്ദ്രൻ, MD രമേശ് തുടങ്ങിയ നേതാക്കളെ പിന്നിലാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ അവതരിക്കുന്നത്. ഇവിടെ ഈ കുത്തക മുതലാളിയെ കേരളത്തിലേക്ക് പണമൊഴുക്കാനായിട്ട് BJP ഇറക്കിയതാണ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും സന്ദീപ് വാര്യർ പറയുന്നത് പോലെ കേന്ദ്രം എന്തു പറയുന്നോ അതനുസരിച്ച് അതിൻ്റെ കണക്ക് കൊടുക്കാൻ മാത്രമേ ഏതൊരാൾ BJP അധ്യക്ഷനായി വന്നാലും ചെയ്യാനുള്ളൂ. അല്ലാതെ പുതിയതായി എന്തെങ്കിലും ചെയ്ത് സംസ്ഥാനത്തെ നന്നാക്കാമെന്ന് കേരളത്തിലെ ഘടകം കരുതുന്നുണ്ട് എങ്കിൽ നാളിതുവരെ ഒരു ഉറച്ച അഭിപ്രായം പറയാൻ പോലും കേരള നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മുൻ BJP നേതാവ് കൂടിയായ സന്ദീപ് വാര്യർ പറയുന്നത്. കാരണം BJPയുടെ കളികൾ എത്ര കണ്ടവനും കൊണ്ടവനുമാണ് ഈ സന്ദീപ് വാര്യർ. എന്നാൽ അതേസമയം BJPയുടെ എല്ലാ കളികൾക്കും ഈ ചന്ദ്രശേഖർ കൂട്ടുനിൽക്കുമോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്.